Okay, bye. I'm just waiting Okay, sir. for the weekend. Bye. Hey, hey, Tanya. Bye. മുത്തേ ബൈ. Tanya, one second. I told you in a friend's room which in the Muttene will call me Chris. Okay? Okay. 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 സോറി മുത്തേ. ബൈ മുത്തേ. മുത്തേ. മുത്തേ വിളിക്കില്ലേ മുത്തേ? ബൈ മുത്തേ. ടേക്ക് കെയർ മുത്തേ. ലവ് യു മുത്തേ. പെൺപിള്ളേരായിട്ടാണ് കൂട്ട്. ചെറുപ്പത്തിലെ ചരട് വലി തുടങ്ങിയിട്ടുണ്ട്. മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ. ജെറി, നിന്റെ ഡ്രസ്സിംഗ് സെൻസ് വളരെ മോശമാണ്. നീ എന്നെ പോലെ സൂട്ടിട്ട് തുടങ്ങണം. ഇത് ദുബായ് ആണ്. ഇവിടെ നീ ഡീൽ ചെയ്യുന്ന പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുമായിട്ടാണ്. അപ്പോൾ ഒരു ഗ്ലോബൽ സിറ്റിസനെ പോലെ നീ ഡ്രസ്സപ്പ് ചെയ്യണം. എൻ്റെ പപ്പ ഇപ്പം അങ്ങനെയൊന്നുമില്ല. മാർക്ക് സക്കർബർഗൊക്കെ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന കാഷ്വൽസ് ഇട്ടുണ്ടല്ലേ. ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല. ഇപ്പൊ കോട്ടിട്ടവൻ കള്ളനാന്നാ പറയാ. ഉണ്ണിച്ചേട്ടാ, എന്നാ ടേണിങ്ങിൽ വിടണേ? ഇതാ അവിടെ കോട്ട് സൂട്ട് ഇടാതെ കുറെ പച്ച മനുഷ്യർ നിൽക്കുന്നുണ്ടോ അവിടെ? ഈ കറമ്പന്മാരൊക്കെയാണ് ഇവൻ്റെ പച്ച മനുഷ്യന്മാർ. കാതിലും കഴുത്തിലും ചങ്ങലയിട്ട കുറേ അമ്മമാരുമായിട്ട് അവൻ്റെ കമ്പനി. ഞാൻ പറയുന്നൊന്നും അവൻ കേൾക്കുന്നില്ല. അവൻ ആര് പറയുന്നത് കേൾക്കില്ലപ്പാ. അതിനൊരു കാരണമുണ്ട്. അവൻ പപ്പയെ പോലെയാ. അവന് തോന്നുന്നേ അവൻ പറയൂ, അവന് തോന്നുന്നേ അവൻ ചെയ്യും. മത്തൻ കുത്തിയ മിണ്ടരുത്. മിണ്ടണില്ല, മിണ്ടണില്ല, മിണ്ടണില്ല. അച്ഛാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ലേറ്റ് ആയല്ലോ അല്ലേ? എവിടെ അച്ഛൻ ഒരിക്കലും ലേറ്റ് ആവാറില്ല. ഹാപ്പി ആണോ? തിരുമേനി. തിരുമേനിയോ? എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന മാത്രം പോരെ. നീ അത് കൊടുത്തേ. ഹായ്. എല്ലാവരും വരൂ കേട്ടോ. ആ ഫിലിപ്പേ ഇങ്ങോട്ട് കയറുന്നേ. ഇങ്ങോട്ട് കയറുന്നേ. ഓക്കെ ഓക്കെ. പിന്നെ നീ തുടങ്ങുന്നതെല്ലാം വിജയിക്കുള്ളടാ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ, കാണാം. അവിടെ ഫിലിപ്പേ, തനിക്ക് ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഒന്നുമില്ലടോ, താൻ പോയിട്ട് ഉറപ്പല്ലേ? ഉറപ്പാ. കാണാം. ജെറി, ഇവിടെ പോവാം. ഇറങ്ങണോ? ബൈ ജെറി. പിള്ളേരോടും ഷോളി ചേച്ചിയുടെ അന്വേഷണം പറയണട്ടോ. ആ ശരി. പൊന്നൂസെ, എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു അച്ചീവ്മെന്റ് അല്ലേ? സാധാരണ നമ്മുടെ അസോസിയേഷന്റെ ഓണം പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഓണവും കഴിഞ്ഞൊരു മാസവും കഴിഞ്ഞാലേ നടക്കാറുള്ളൂ. ഇതിപ്പോ നമ്മൾ തിരുവോണത്തിന്റെ അന്ന് തന്നെ നടത്തുകയല്ലേ ഓണാഘോഷം. എടോ, വീക്കെൻഡ് ആയതുകൊണ്ടല്ലേ രാത്രിയിലാക്കിയത് ഓണാഘോഷം. രാത്രി സദ്യ ഉണ്ടാൻ പറ്റാത്തവന്മാരാണെങ്കിൽ വരണ്ട. അത്ര എടോ, താനാ മാവേലി അടിച്ച് പൂസാവാതെ നോക്കണേ. ഗുഡ് മോർണിംഗ് സർ. Good morning, sir. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അജ്മൽ, ഗുഡ് മോർണിംग. गुड मॉर्निंग भैया. कैसे हो? जी ठीक हो भैया. भैया वो मेरा पेमेंट थोड़ा डिले हो गया भैया. अगले हफ्ते तक जरूर क्लियर कर दूंगा. अबे छोड़ना यार, अब ये बताओ घर में सब कैसे है? सब ठीक है भैया, सब ठीक है. भैया ये नफीसा ने आपके लिए बनाया है. ओ, गुलाब जामुन जी मेरे लिए? हाँ जी बिल्कुल आपके लिए. താങ്ക് യു. जी वेलकम. എൻ്റെ ഭാര്യ കാണണ്ട. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിനെ അപേക്ഷിച്ച് ഇത്തവണ സെന്റർ ഗ്രൂപ്പിന്റെ ബിസിനസ് ഹാസ് ഡബിൾ. സ്റ്റീലിന്റെ ബിസിനസ്സിൽ നമ്മുടെ കമ്പനിക്ക് ഉണ്ടായ ഗ്രോത്തിന്റെ കാരണക്കാരൻ ഞാനല്ല, നിങ്ങൾ ഓരോരുത്തരുമാണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റിൽ എങ്ങാനും നമ്മൾ എത്തിയ ക്രിസ്മസിന് നാട്ടിൽ പോകാനുള്ള നിങ്ങൾ എല്ലാവരുടെയും ടിക്കറ്റ് ഞാൻ സ്പോൺസർ ചെയ്യുന്നത്. മീറ്റിംഗ് ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ, ഏത് നിമിഷവും റിട്ടയർ ചെയ്യാൻ സാധ്യതയുള്ള മണിച്ചേട്ടൻ ഒരു ശോകഗാനം ആലപിക്കുന്നതാണ്. പ്രായമായത് നിനക്കാ. ഗുഡ് മോർണിംഗ്. പ്രോഗ്രാം നടത്താൻ ഹോൾ കിട്ടില്ലാന്ന്. അതെങ്ങനെ? നമ്മൾ അഡ്വാൻസ് കൊടുത്തല്ലേ? ഒരു വാക്കാലുള്ള ഉറപ്പുണ്ടായിരുന്നുള്ളൂ. നമ്മൾ സ്ഥിരം പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് അവർ അഡ്വാൻസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോൾ അവർ ഡേറ്റ് ശ്രദ്ധിക്കാതെ ഹോള് വേറെ പാർട്ടി കൊടുത്തു. അതെന്നെ ഇടപെടാ. ഞാൻ ഒന്ന് പോയി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ എപ്സം ഗ്രൂപ്പ് വന്ന് അഡ്വാൻസും കൊടുത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാ പോയിരിക്കുന്നത്. അയ്യോ,
ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അല്ല, ഈ ഹാള് മാത്രമല്ലേ അവന്മാർ തരില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ പ്രൊമൈസസ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലില്ല. എന്താ പ്ലാൻ? എടാ, ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ പ്ലാൻ ചെയ്ത എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഔട്ട്ഡോറിൽ ചെയ്യുന്നു. 4 മണിക്കൂറുണ്ട് നമ്മുടെ കയ്യിൽ. യൂത്ത് വിങ്ങിലെ പിള്ളേരോട് വരാൻ പറ. നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓണാഘോഷമായിരിക്കും. അതെ. എന്നാ പിന്നെ താർക്കല്ലേ? പിന്നെ? പിടിയെടാ. പതുക്കെ കീറടാ, ചത്തുപോകും. ഈശോ, എന്നാ ക്യൂട്ടഡായി കൊച്ച്. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? പറ, what's the story? സ്റ്റോറി ആ, ഇപ്പൊ പറയാം. പള്ളിയിൽ വെച്ചാ ഡാ ചെറി, നീ ആ പെൺകുട്ടിയെ കണ്ടോ? എവിടെ എവിടെ എവിടെ? എന്ത് നല്ല കുട്ടിയാന്നറിയോ? പള്ളിക്കാര്യത്തിലൊക്കെ എന്നാ ശ്രദ്ധയാ. നീയൊക്കെ അവളെ കണ്ടുപഠിക്കണം. അമ്മ പറഞ്ഞത് ഞാൻ കാതുകൊണ്ടല്ല കേട്ടത്. അന്ന് മുതൽ ഞാൻ അവളെ കണ്ട് പഠിക്കാൻ തുടങ്ങി. കണ്ട് പഠിക്കാൻ തുടങ്ങി. കണ്ട് പഠിക്കാൻ തുടങ്ങി. എന്നാൽ അവളെ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രേമിച്ചത്? ഒരുപാടുണ്ടല്ലോ. ആന്റി സ്കിൻ, ആന്റി ഫേസ്, ആന്റി ബാധ്യ. പിന്നെ കട്ട ബോഡിയല്ലേ. എന്താടി എന്റെ ബോഡിക്ക് എന്താ ഒരു കുഴപ്പം? വലത്തോടെ ഇരിഞ്ഞ നെടുമുടി വേണം, ഇടത്തോടെ ഇരിഞ്ഞ ശിവജി ഗുരുവായൂർ. ഇവർക്ക് എന്താ കുഴപ്പം? ഇവർ രണ്ടുപേരും നല്ല അസല നടന്മാരാണ്. എടി അഹങ്കാരി, നോക്കിക്കൂടി. നിന്നെ കെട്ടാൻ വരുന്നവന് തല നിറച്ച് കഷണ്ടിയും നല്ല ഇടവേള ബാബുവിന്റെ പോലെ വയറുള്ള ഒരു ഐറ്റം സാധനമായിരിക്കൂടി. നോക്കിക്കൂടി. നീ പോടി. ഓ സൈലൻസ്. ആഹാ, ഹാ, നമ്മുടെ മേയർ എഴുന്നിട്ടല്ലോ. ഹലോ ചിപ്പി. ജെറി, ഞാൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാ. നീ നാട്ടിലോട്ട് എന്നെ കാണാൻ വരില്ലേ? ഞാൻ വരും. നീ പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് വാ. ഇവിടെ ഒരു MBBS പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നീ അവളെക്കാളും നല്ല ഡോക്ടറാണ്. അവളുടെ അഹങ്കാരം താങ്ങാൻ വയ്യ. ബൈ. ബൈ. ജെറി, ദാ. ഡാഷ് എൽജിയുടെ വൈഫ് ഉണ്ടാക്കിയ വൈന കലകല. ബിസിയാണോ? അല്ല, ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കണോ? ഗേൾ ഫ്രണ്ടോ? ഉണ്ടെന്നറിയാം. ഓ, സംസാരിക്കണോ? വേണ്ട. എന്നാ വാ. ഒരു സിറ്റി നമ്മളെപ്പോഴും ഇങ്ങനെ ഉയരത്തിന്ന് കാണണം. ഇത് ഇങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന കാണുമ്പോൾ അധ്വാനിക്കാൻ തോന്നും, സ്വപ്നം കാണാൻ തോന്നും. സ്വപ്നം കാണണമെങ്കിൽ ആദ്യം ഉറങ്ങണം. എന്തായി UK MBAക്ക് പോകുന്ന കാര്യം? ഓ, ഞാൻ എങ്ങോട്ടുമില്ല അപ്പാ. എനിക്കിവിടെ നിന്നാൽ മതി. നമ്മുടെ ബിസിനസ്സൊക്കെ നോക്കി എനിക്ക് പപ്പനെ പോലെ ആയാൽ മതി. നീ മടിയൻ. നീ എന്തിനാ എന്നെ പോലെ ആവുന്നത്? എന്നെ പോലെ ഞാനില്ലേ? എടാ, എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വേണം. അല്ലാതെ ക്ലോണിങ് അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. എടാ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ നീ ലൈഫിൽ സെറ്റിലാവും. ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും, ഒരുപാട് ഓപ്ഷൻസൊക്കെ ആയിട്ട്. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. നീ UK പോകണം, MBA പഠിക്കണം. എടാ, ഒരു പുതിയ നാട്ടിൽ പുതിയ കുറേ ആൾക്കാരുടെ ജീവിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നിനക്ക് പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ തോന്നും. ഇനി അങ്ങനെ ഒന്നും തോന്നുന്നില്ലെങ്കിൽ നീങ്ങി വാ, നമുക്കിവിടെ ഇരുമ്പിൻ്റെ കച്ചവടം നടത്താം. ഇരുമ്പ് എവിടെയും പോകില്ലല്ലോ. നീ ഇപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ലേ? പപ്പ, നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോയിരിക്കും. എടാ, ആണുങ്ങളുടെ കൈ എന്നൊക്കെ പറഞ്ഞതാ ഇങ്ങനെ ഇരിക്കണം, കണ്ടാ? ഇങ്ങോട്ട് നോക്കി.
ട്രൈസെപ്സ് ഉണ്ടോ? 3 ഉണ്ട്. ഒരെണ്ണം ഇത്തിരി വലുതാ. ഇത് അതല്ല ഇത്.